ബിയമോളൊക്കെ കളിക്കുമ്പോ കുറച്ച് പഴുത്ത കൊക്കോ കണ്ടു പറഞ്ഞ്. അപ്പൊ ഞങ്ങളൊക്കെ അത് പറിക്കാൻ പോവാണ്. അപ്പൊ ഏതായാലും കൊക്കോ പറിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ തോട്ടത്തിലുള്ള കൊക്കോലൊക്കെ നോക്കാം. കൊക്കോ ഒന്നും അധികം ഇല്ല, എന്നാലും നോക്കിയിട്ട് അതിലൊക്കെ ഉണ്ട് പറിച്ചിട്ട് വരാം. അപ്പൊ ഫിനു വലിയൊരു കൊട്ടയൊക്കെ എടുത്തിട്ടാണ് നിൽക്കുന്നത്. ഈ കൊട്ടക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ, നോക്കാം. ചിലപ്പോ കൊട്ടയിൽ കുറെ ഉണ്ടെങ്കിൽ കുറെ പറിച്ചെടുക്കാമല്ലോ. ഇന്നിപ്പം റെഡ് അലേർട്ട് ആണ് കേട്ടോ. എന്നിട്ട് ഇവിടെയൊക്കെ സ്കൂളുകളൊന്നും ഇല്ല. ഇന്നലെ സ്കൂളില്ല, പക്ഷെ ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു. ഇന്ന് വെറുതെ കിട്ടിയതാട്ടോ ലീവ്. മഴയൊന്നുമില്ല, ഇടയ്ക്കിപ്പോ ഒരു ചെറിയൊരു വെയിൽ പോലെ വന്നപ്പോ, വെയിലല്ല ഒരു വെളിച്ചം വന്നപ്പോ ഞങ്ങൾ ഇറങ്ങിയതാട്ടോ. ഇപ്പച്ചി നോക്കട്ടെ, പതുക്കെ വരിട്ടോ. ആദ്യം ഉണ്ട് ഒരു വരി ആദ്യം നോക്കണിട്ട് തടയുവേ. ഇത് നമ്മള് വീടിന്റെ അടുത്തുള്ളൊരു കൊക്കോമരാട്ടോ. അതാണ് ബിയമോളൊക്കെ കളിക്കുമ്പോ കണ്ടത്. ഇതാണ് കൊക്കോയുടെ മരം, ചെറിയ മരമാണ്. ദതിയിൽ കണ്ടോ കൊക്കോ കണ്ടോ പഴുത്ത. ബിയാ പണി കിട്ടിയല്ലോ ബിയാ, അണ്ണാൻ തിന്നിക്കണേ. പിന്നെ ഒരു കാര്യം, കൊക്കോ ഒന്നും അങ്ങനെ കിട്ടലില്ലേട്ട് നമുക്കിപ്പം. അണ്ണാനും കുരങ്ങിന്റെ ശല്യം കൊണ്ട് ഞങ്ങൾ കൊക്കോ ഒന്നും നോക്കലേ ഇല്ല. 1-2 മരങ്ങൾ നമ്മുടെ തോട്ടത്തിലുണ്ട്. ആദ്യമൊക്കെ നമ്മൾ വല്ല കൃഷിയായിട്ട് ചെയ്തതായിരുന്നു. ഇപ്പൊ ഇങ്ങനെ കഴിക്കാൻ കിട്ടുന്ന വല്ല കൊക്കോ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് അതിന്റെ പരിപ്പ് കിട്ടും, അതേ കൊടുക്കലുള്ളൂ, വേറെ ഒന്നും നമുക്ക് കിട്ടുക. അത് താഴെ വീണത് അത് വേണ്ട, അത് അണ്ണാൻ തിന്നതാ. ഇതുണ്ട് കുറച്ച് മൂപ്പായി വരുന്നതാ, അണ്ണാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ കുരങ്ങിന്റെ ശല്യം കുറച്ച് പറഞ്ഞപ്പോ അണ്ണാനാട്ടോ, അതവിടെ കിടക്കട്ടെ. ഇപ്പൊ നമ്മൾ കണ്ടതായല്ലോ, ഇതാണ് അല്ലേ എല്ലാം പഴുത്ത ചെറിയ കൊക്കമാണല്ലോ ബിയക്ക് പറ്റിയ കൊക്കമാണ്. ഇങ്ങോട്ട് വാ, ഇവിടെ ഏല ഉള്ളത് കൊണ്ട് കാണിച്ചു കൊടുക്ക്. അങ്ങനെ കാണിക്കല് ബിയ, ശരിക്കും പിടിച്ച് കാണിച്ചു കൊടുക്ക്. 3 ആക്കും ഓരോന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത പിനുവിന് കൊടുക്കൊന്ന് പിടിക്കാൻ. ആദിക്കും ഉണ്ടോന്ന് ഒക്കെ നോക്കി, ചെറിയ ചെറിയ കൊക്കോളാ. തോട്ടത്തിൽ ഉള്ളിൽ വലിപ്പമുള്ള ഉണ്ടാവും. ചെറുതാണെങ്കിൽ ഇപ്പൊ കിട്ടിയത് ഭാഗ്യാട്ട ബിയ. ഇനി ഇതാ ഇവിടെ കുറച്ച് മൂപ്പായി വരുന്നുണ്ടോ, ഇതൊക്കെ പറിക്കും. ഇതിലൊക്കെ നമുക്ക് ഇതിന്റെ പരിപ്പ് കിട്ടും, അത്യാവശ്യം ആയി വന്നിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ പൊട്ടിച്ചില്ലേ, അല്ല പറിച്ചെടുത്തില്ലേ, അണ്ണാൻ വന്നിട്ട് 2 ദിവസം കൊണ്ട് അതൊക്കെ കഴിക്കും. അപ്പൊ ഇതിലും ഉണ്ട്, ഇതൊക്കെ കൊണ്ട് എടുക്കട്ടെ ബിയ. ഇനി വെച്ചാലേ അതുണ്ടോ പഴുത്ത് വരുന്നേ ഉള്ളൂ, എന്നാലും ഇതിലൊക്കെ നമുക്ക് കുരു കിട്ടും. നമുക്ക് ഏതായാലും തോട്ടത്തിന് ഉള്ളിൽ പോയാലോ, നോക്കി നോക്കാം. ചിലപ്പോ കിട്ടിയാല്. കൊക്കോ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ മൈൻഡ് ചെയ്യലേ ഇല്ല ഇപ്പൊ. ഒരു കൃഷിയായിട്ടുള്ള കൊക്കോ ഒന്നല്ല, എന്നാലും നമ്മളെല്ലാം ചെയ്യുന്നതിന്റെ കൂട്ടത്തില് കൊക്കോ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. ആദ്യമൊക്കെ ഞങ്ങള് കാപ്പിക്ക് ഇടവേളയായിട്ട് ഇഷ്ടം പോലെ കൊക്കോ നട്ടീനു. കൊക്കോയും ഓറഞ്ചും വയനാട്ടില് കാപ്പി കൃഷിക്ക് ഇടവേളയായിട്ട് ചെയ്യുന്നതായിരുന്നു. അതില് നമ്മൾ എന്താണിതാ കൊക്കോ എന്തായി ഇതുപോലെ അണ്ണാന്റെയും കുരങ്ങിന്റെ ശല്യം കൊണ്ട് എല്ലാരും നിർത്തി. ഓറഞ്ചിന് പിന്നെ ഒരു മഞ്ഞളിപ്പ് രോഗം വന്നിട്ട് മൊത്തം പോയി. എന്തിനാ അവക്കാടോ മൂക്കുന്നുണ്ട് കേട്ടോ, 2-3 അവക്കാടോ മൂത്തുണ്ട്. നമുക്ക് എല്ലാം കുറച്ചായി കഴിഞ്ഞാൽ പറിച്ചിട്ട് നമുക്ക് എന്തായാലും വെട്ടി നിർത്തണം. നമ്മൾ 2 ദിവസം മുന്നേ വീഡിയോ ഇട്ടാണ് നമ്മൾ അവക്കാടോ കാറ്റിന് മറിഞ്ഞു വീണത്. പിന്നെ തോട്ടത്തിൽ പോവാ, ഞങ്ങൾ തോട്ടത്തിൽ പോയിട്ട് കാണിച്ചു തരാം. അവിടെയും കുറച്ച് മരങ്ങളുണ്ട്. ഇതാ കിട്ടിയത്. വഴുക്കല്ലിട്ട് നോക്കി പോണേ. ആദ്യം കൊടപിടി. എപ്പോഴാ മഴ പെയ്യാന്നറിയില്ല, ഒരു വെളിച്ചം വരും ഒരു മഴ, അങ്ങനെയാണ്, ഗ്യാപ്പ് ഉണ്ട്. ഒരു കുടയുള്ളിട്ട് നമുക്ക് എല്ലാവർക്കും, ഒരു കുടയുള്ളൂ എല്ലാവർക്കും കൂടെ നിൽക്കാൻ. അപ്പൊ ഇതാ ഒരു മരം കണ്ടില്ലേ, ഇതൊക്കെ ചെറിയ മരങ്ങളാണ്. നമ്മള് വലുതൊക്കെ കുരങ്ങിന്റെ ശല്യം കൊണ്ട് വെട്ടി ഒഴിവാക്കിയത് കേട്ടോ. പിന്നെ അങ്ങനെ അവിടെയൊക്കെ കുരുവൊക്കെ വീണ് മുളച്ചുണ്ടായിട്ട് ഇപ്പൊ എന്താ ആയി വരുന്നതാണ്. ഇതിൽ കണ്ടോ, ഇത് അതവിടെ ടൈറ്റ് ആയി പോയതാ. ഇത് ഞാനൊന്ന് കണ്ടീനല്ലോ അവിടുന്ന്. അതെ മോളില് ഇതും ആയതാ അല്ലേ. മരത്തിലൊന്ന് കേറാൻ മാത്രമുള്ള വലുപ്പമില്ല, കേറി വെക്കാന്. നോക്കട്ടെ, നീ പറിച്ചേരട്ടപ്പച്ചി. ഇതൊക്കെ പിന്നെ പച്ച കൊക്കോ ഉണ്ട്. നമുക്ക് 2 ഐറ്റം കൊക്കോ ഉണ്ട്. ഇതാ ഉണ്ടായില്ലേ, ഇതൊക്കെ ഉണ്ടല്ലേ പച്ച നിറത്തിലുള്ളതാണ്. ഇനി നമുക്ക് ചുവപ്പും ഉണ്ട്, ചുവപ്പല്ല ഒരു ബ്രൗണ്. അത് നമുക്ക് അവിടെ പോകുമ്പോൾ കാണിച്ചു തരാം. അടുത്ത് ഇതൊക്കെ ചെറുതാ, ചെറിയ മരത്തിലൊക്കെ ചെറുതാ ഉണ്ടായത്. വലുപ്പമായി വരും, ഇനി കുറച്ച് കായ്ച്ചിട്ടേ വലുപ്പമുള്ളൂ. ഇതാ ഇവിടെ കുടുങ്ങി കിടന്ന ഇതായതാ. ഇതിന് ഷേപ്പ് അടിച്ചു കൊടുക്ക്, അതവിടെ ലോക്കായി പോയതാ. എനിക്ക് നല്ല ലാഭമുള്ള കൃഷിയാണ് കൊക്കോ ഒക്കെ. എന്താ ചെയ്യാ, കുരങ്ങ് അണ്ണാൻ കണ്ടോ. നമുക്ക് വലിയ കൊട്ട എടുത്തിട്ട് ഇപ്പൊ ഇത്ര ആയിട്ടുള്ളൂ. ഇനി നമുക്ക് തോട്ടത്തിനുള്ളിലേക്ക് പോവാ. ഇവിടെ കണ്ട അടുത്ത അവക്കാടോ, ഇതാര് നട്ട അവക്കാടോ വിയ.
ബിയമോളെ 1ാം ക്ലാസ്സിൽ നിന്ന് പരിസ്ഥിതി ദിനത്തിനല്ലേ തൈകൾ വെച്ചതിൽ വെച്ച അവക്കാഡോ ആണ്. ബെഡ് തൈ ആയതുകൊണ്ട് നോക്ക് കായ്കളുണ്ട്. ഇതിന്റെ കോമഡി എന്താ അറിയോ, 2 ദിവസം മുന്നേ കുരങ്ങ് ഇതിനുള്ളിൽ അങ്ങനെ കയറിപ്പോയി. ഒരു കവുങ്ങ് ആയിട്ട് നമ്മള് ഇങ്ങനെ മുകളിലോട്ട് കുത്ത കൊടുത്ത് അതിന്റെ ഉള്ളിൽ ഞാൻ വല ഇങ്ങനെ വളച്ച് കെട്ടിയിട്ടുള്ളത്. കുരങ്ങ് ഇതിനുള്ളിൽ ലോക്കായി പോയിട്ട് കവുങ്ങും പൊട്ടിച്ച് ഒരു അവക്കാഡോയും പോയി, കുരങ്ങ് ഇതിലേ പോയി, പിന്നെ വന്നിട്ടില്ല. ആ ഒരു പേടിയോണ്ടാണ് ഇപ്പൊ നമുക്ക് 2 ദിവസമായിട്ട് ഇപ്പൊ ഇങ്ങനെ കൊക്കോ കിട്ടിയത് കേട്ടോ. അപ്പൊ അങ്ങനെ കിട്ടിയെന്ന് റെഡിയായി നിൽക്കുമ്പോൾ അണ്ണാന്റെ ശല്യം. അണ്ണാ ഇപ്പൊ കുറച്ച് കാലമായിട്ട് അണ്ണാന്റെ ശല്യം ഇല്ലായിരുന്നു. ഇപ്പൊ അണ്ണാൻ വന്നിട്ട് പാഷൻ ഫ്രൂട്ട് കൊക്കോ വെക്കുന്നില്ല. ഇതാ നമ്മളെ പടുതയിലൊക്കെ അടുത്ത പണി ഇതാണ് കേട്ടോ. പടുതയില് വെള്ളം കുറയ്ക്കണം. കടച്ചക്ക അത് ചീഞ്ഞിട്ട് അല്ല, ഇതാ തണ്ട് ചീഞ്ഞ കടച്ചക്ക ആയിട്ടില്ല. നെട്ട് തണ്ടല്ല, നെട്ട്. പടുതയിൽ നല്ല വെള്ളമുണ്ട്. കുളത്തിന്റെ അടുത്തേക്ക് വരരുത് കേട്ടോ. അപ്പച്ചി വെള്ളം കുറച്ചിട്ടൊക്കെ ഇങ്ങോട്ട് വരാൻ മതി. ആര് കളിക്കാനൊന്നും ഇങ്ങോട്ട് വരരുത് ആദ്യം. നല്ല വെള്ളമാണ്. സമയത്ത് ഇവരൊക്കെ ഇങ്ങനെ മഴ ആയതുകൊണ്ട് ഇവരങ്ങനെ പുറത്തിറങ്ങൂല. എന്നാ വരി, ഈ മരത്തിൽ കയറണമെങ്കിലേ കോണി എന്തെങ്കിലും വേണം കേട്ടോ. കോണിയോ സ്റ്റാൻഡൊക്കെ വേണം. നോക്ക് വലിയ മരം. ഇങ്ങനത്തെ മരങ്ങളായിരുന്നു നമ്മളെ തോട്ടത്തിലൊക്കെ ഉണ്ടായത്. പക്ഷെ നമ്മളൊക്കെ വെട്ടിയതാ. അത്രയും കുരങ്ങിന്റെ ശല്യം ആയതുകൊണ്ട് പിന്നെ വെറുതെ ഇങ്ങനെ ചോല ആയി കഴിഞ്ഞിട്ട് കാപ്പിയും ഉണ്ടാവില്ല, കൊക്കോയും കിട്ടുന്നില്ല. പിന്നെ അതിൽ നിർത്തിയിട്ട് കാര്യമില്ല വെച്ച് മൊത്തം വെട്ടിപ്പോ. അത് അങ്ങനെ മുകളിൽ വരെ ഇഷ്ടം പോലെ കൊക്കോ ഉണ്ട്. ഇതിലൊക്കെ പകുതി മുക്കാലും കണ്ണൊക്കെ ഉണ്ട് ഹോളാണ് അണ്ണാൻ കഴിച്ചതാ കേട്ടോ. താഴെ നോക്ക്, ഇതാണ് നമ്മള് കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന കൊക്കോന്റെ പരിപ്പ്. നോക്ക്, കൊക്കോന്റെ കുരു എന്ന് പറയുന്നതാ. ഇഷ്ടം പോലെ അണ്ണാൻ. പിന്നെ കറക്റ്റ് നമ്മളും കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെയാണ് ക്ലീൻ ചെയ്യുക. അതെടുക്കണ്ട കളഞ്ഞ എവിടെയൊക്കെ കണ്ടോ ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ഉണക്കിയെടുക്കുക. ഇതുപോലെ ഉണ്ട്. നമ്മൾ കഴിച്ചത് കൊടുക്കും, അല്ലാതെ തന്നെ നമ്മൾ പറിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യും, ബക്കറ്റൊക്കെ ഇട്ട് അതിന്റെ കൊഴുപ്പല്ല അതിന്റെ ആ പൾപ്പ് കളയും. പൾപ്പ് കഴിഞ്ഞിട്ട് അതിന്റെ കുരു എടുക്കുക. വേണ്ടല്ലേ, ഇഷ്ടം പോലെ ഇതുപോലെ. അണ്ണാനും പിന്നെ കറക്റ്റ് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. നമ്മൾ ഊമ്പിടുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആക്കിയിട്ടുണ്ട്. കുരങ്ങ് കടിച്ച് ചവച്ചരച്ച ഒന്നിനും പറ്റൂല. അതിന്റെ പച്ചയും പറിച്ചുകൊണ്ടു ഇല്ല. അത് അവിടെ ഇതൊക്കെ ഞാനിട്ട് പുല്ല് കണ്ടോ. അണ്ണാന് ഹോളാക്കിയിട്ട് കുറച്ചെടുത്തിട്ടുണ്ട്, ബാക്കി ഇട്ടിട്ട്. ഇപ്പൊ ഇതിന്മേ കയറട്ടെ. ഇതിമേ ഉണ്ടോ നോക്കട്ടെ. അതാ ജാതിക്ക. ഇത് ജാതിയുടെ മരാണ്. അയ്യോ ഇത് അലുത്ത് പോയല്ലേ ബിയാ. നമുക്ക് എന്തായാലും അടുപ്പിന്റെ അടുത്ത് വെച്ച് ഉണക്കാം. ഇപ്പൊ നമ്മൾ അടുപ്പിന്റെ അടുത്തൊക്കെ വെച്ചാണ് ജാതിക്കൊക്കെ ഉണക്കുന്നത്, ജാതിപത്രി ഉണക്കുന്നത്. കുരു ഉണ്ടാവട്ടെ ഇതുപോലെ ജാതിക്ക. നോക്കി നോക്ക്, ഉള്ളത് വെറുക്കാം. ജാതിപത്രി വേഗം മഴ എന്നാൽ അലുത്തു. ഇതും പിടിച്ചേട്ടോ. കൊടയെ പിടിക്കുക. കൊടാരെ പിടിക്കാന്നോ? അതിനല്ല എന്റെ അടുത്ത് കൊടാന്നത്. ഇതിലെ കൊക്ക വേണ്ടിയില്ലേ, ഞാൻ പറയുന്നത് പച്ചയുണ്ട്, ചോപ്പുണ്ട്. ഞങ്ങൾ ചോപ്പ് എന്ന് പറയാ, ബ്രൗണും അല്ല ചോപ്പും അല്ല, ഒരു മെറൂൺ നിറം. നമ്മുടെ കാപ്പിയൊക്കെ പഴുത്താൽ ഇതുപോലത്തെ നിറം ഉണ്ടാവുക. പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗി കേട്ടോ. ഇത് മൂപ്പാവാത്ത ഈ നിറം ഉണ്ടാവുക. മൂപ്പായി വരുന്നതനുസരിച്ച് ഇതാ ഇതുപോലെ മഞ്ഞ നിറാവും കേട്ടോ. ഇതൊക്കെ കണ്ട നല്ല കൊക്കോന്ന് വിചാരിക്കണ്ട. ഇതുണ്ടല്ലേ കണ്ണാന്റെ പരിപാടിയാ. കറക്റ്റ് ഒരു ഹോള്, ഒരു ചെറിയ കിളിക്കൊക്കെ കയറി പോകാൻ പറ്റിയൊരു ഹോളാ അല്ലെ. കിളിക്കൂട് പോലെ ഉണ്ട്. ഇതൊന്നും എടുക്കണ്ട കേട്ടോ. അപ്പച്ചിരുന്നേ ഇതില് വെറുതെ കയറിയതാ തോന്നുന്നു, ഒന്നും കാണില്ല. ഒക്കത്തിലും ഹോളാ. ബിയാ പഴുത്തുണ്ട്, കാണിച്ച അടിയിന്ന് വെച്ച് മുകളിലുണ്ട്. ഇവിടെയൊക്കെ പിന്നെ കൊക്കോയ്ക്ക് വരുന്നൊരു രോഗാട്ടോ ഇതുപോലെ ചീച്ചില്. നമ്മൾ മഹാളി അടക്കിയൊക്കെ മഹാളി രോഗം വരുന്ന പോലെ ചീഞ്ഞും വീഴുന്നുണ്ട്. അതിപ്പോ കുറച്ച് കുറവുണ്ട്. ഇതൊന്നുമല്ല, കുറെ അങ്ങനെ ചീഞ്ഞു പോകാനുണ്ട്. ഇവിടെ മുകളിൽ കാണുന്നുണ്ട് കുഞ്ഞോളെ. ചിലപ്പോ പഴുത്തതേക്കും, അല്ല പഴുത്തതാണെങ്കിൽ ചിലപ്പോ ഹോൾ ഉണ്ടാവും. ഓ എൻ്റെ അമ്മോ പോയി. ഇതാ നോക്ക്, ഒക്കെ ഇതിലായിട്ട് അണ്ണാന്റെ ശല്യം എന്നാ കൂടുതല്. അപ്പൊ ഒരു വിധ മൂപ്പായത് ഇതിന് പറിക്കാം. എന്നാ ഭീമോളെ ഇത് എടുത്തട്ടോ. ക്യാച്ച് ചെയ്യോ? എന്നാ ഇടുന്നുണ്ട് താഴേക്ക്. അത് കൊട്ടേക്ക് എടുത്ത, അത് മൂപ്പായതാ. അങ്ങനത്തതേ ഉള്ളൂ ഇതില്. നല്ല മഞ്ഞൊക്കെ ഇതൊക്കെ അണ്ണാൻ കഴിച്ചാട്ടോ. എടുക്കണ്ട, ഞാൻ പൊട്ടിച്ചിരുന്നൊന്നും എടുക്കണ്ട കേട്ടോ. നല്ലത് മാത്രമേ പറയൂ. ഇതൊക്കെ അണ്ണാൻ കഴിച്ചിട്ടാ. പിന്നെ ഈ കൊക്ക ഉണ്ടല്ലോ, ഈ നിറത്തുനിന്ന് മാറിയിട്ട് മൂപ്പാകുമ്പോ കുറച്ച് പച്ച ആവുക കേട്ടോ ചെയ്യുക. എന്നിട്ടാണ് മഞ്ഞ നിറം വരിക. 3 കളറായി കൊക്കോ. മറ്റേത് പച്ച നേരെ മഞ്ഞയിലോട്ടാവും. ഇതൊന്ന് ചുവപ്പ് മാറിയിട്ട് പച്ച ആയിട്ടാണ് മഞ്ഞയിലോട്ട് വരിക. ഇത് നല്ലതാട്ടോ.
മൂപ്പായതാണ്. എടുത്തോ. ഇതിന്റെ മുകളിലൊക്കെ ഇഷ്ടം പോലെ ഇത് കുറച്ചാ ചീച്ചിലുള്ളതാണ്. നമുക്ക് പറ്റുമോ നോക്കാം. ഇതാ ചിലപ്പോ അതിൻ്റെ നിന്നൊക്കെ കുരു കിട്ടും. ബിയമ്മോൾക്ക് പറ്റിയൊരു കൊക്കോ കേട്ടോ. ഇടട്ടെ. ഇതാ എടുത്തോ. ബിയന്റെ നമുക്ക് വേഗം ഇതിന്റെ മുകളിൽ നിന്ന് കിട്ടുന്നൊക്കെ പറിക്കുക. ഏതായാലും ഇന്ന് ബിയമ്മോൾ കണ്ടായി കുറച്ച് കിട്ടി. മറ്റേ നമ്മൾ തെരഞ്ഞു വന്നാലൊന്നും കൊക്കോ അങ്ങനെ ഉണ്ടാവില്ല. ഒക്കെ അണ്ണാനും കുരങ്ങും അങ്ങനെ പറിച്ചു അല്ല തിന്നു പോല. ഈ മരത്തിലൊക്കെ നല്ല വലുപ്പമുള്ള കൊക്കോ ഉണ്ടാല്. പക്ഷെ എന്താ അറിയില്ല, കൊക്കോ ഫുള്ള് ചെറുതാ. നമുക്ക് എത്ര പോന്ന കൊക്കോ. ഞാൻ പിന്നെ ചെറിയ മരത്തിൽ ആദ്യമായിട്ട് ഉണ്ടാവുക വെച്ചിട്ടാ ചെറുത്. ഇതിലും കണ്ടില്ലേ ഒക്കെ ചെറുതാ. എന്നാലും കുറച്ച് കിട്ടി. അപ്പൊ ഇത് ഈ കാണുന്നില്ലേ ഇതുപോലത്തെ കൊക്കോയുടെ കുരു നമ്മൾ ഇതിനെ പൾപ്പ് കളഞ്ഞിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. കിലോയ്ക്ക് കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം 1200 രൂപ വരെ വന്നു. റെക്കോർഡ് വിലയായിരുന്നു. ആ വർഷം നമുക്ക് കുരങ്ങ് ഒറ്റയും തന്നില്ല. ആകത്ര 1/2 കിലോ 1 കിലോനൊക്കെ കിട്ടിയത്. കഴിഞ്ഞ വർഷം നമുക്ക് ഇതുപോലെ കഴിക്കാൻ കിട്ടിയതൊക്കെ എടുത്തു വെച്ചിട്ട് 5 കിലോ കൊക്കോ കിട്ടി. ആദ്യമൊക്കെ 15, 20, 25 അതിന് മുന്നൊക്കെ കിൻഡിൽ കണക്കിന് കൊക്കോ ഒക്കെ നമ്മൾ ആദ്യം ചെയ്തിരുന്നു. ഇഷ്ടം പോലെ ഇടവേളായിട്ട് ചെയ്തു. വെട്ടി എല്ലാവരും നിർത്തി. മൾബറിയാ കഴിച്ചോ ഭീമളപ്പൂരിന് മൾബറി കുറച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കൊടുത്തിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ എല്ലാ വർഷവും 1 കിലോ 2 കിലോ 5 കിലോ ഒക്കെ ആയിട്ട് കിട്ടും. ഇപ്രാവശ്യം കുറച്ച് നമ്മളെ ഇതിനിടയ്ക്ക് വേനലായിരുന്നു കേട്ടോ. അതൊക്കെ ഭീമോളൊക്കെ തിന്നത് കുരുന്നത് ഞങ്ങളിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഉണക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കേ അവിടെ പോയിട്ട് പൊട്ടിക്കാം അല്ലേ. കൊക്ക കിട്ടിക്കഴിഞ്ഞാൽ വേഗം തിന്നലുണ്ട്. എന്താ വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ കൊതുകിന്റെ ഒക്കെ നല്ല ഇതുണ്ട്. ഭയങ്കര കൊതുണ്ട് അല്ലേ തോട്ടത്തില്. ഈ സമയത്ത് അട്ടി ഉണ്ടാവും. നമ്മുടെ പുഴയുടെ ഏകദേശം സൈഡിലാണ്. നല്ല അട്ട ഉള്ളൊരു സ്ഥലമാട്ടോ. ഈ തോട്ടത്തിൽ അട്ട കൂടുതലല്ലോ. കുറച്ച് മഴ നീനോ ആദ്യം കുറച്ച് മഴ നീനെന്ന് പറഞ്ഞു. നമുക്ക് പെരയൊക്കെ പോയിട്ട് പൊട്ടിച്ചു തിന്നല്ലേ. പോവല്ലേ. അപ്പൊ ഇതാ ഇത്ര കിട്ടി. 4-5 കൊക്കോ അല്ലെങ്കിൽ ഒരു 10 കൊക്കോ കൊണ്ട് നമുക്കൊരു കൊട്ടയൊക്കെ ആളുണ്ട്. വലിപ്പമുള്ള കൊക്കോ ആണെങ്കിൽ. ഇത് കണ്ടില്ലേ ഇത്രയും പറിച്ചിട്ടും അരക്കൊട്ടായിട്ടുള്ളൂ. ഇനിങ്ങനെ 2 ദിവസമൊക്കെ കൂടുമ്പോൾ വന്ന് നോക്കിയാൽ കിട്ടൂല. അണ്ണാന്റെ കയ്യിൽ നിന്ന് കിട്ടാൻ ഭയങ്കര പണിയാ. കുരങ്ങ് പിന്നെ വരാത്ത ദിവസം നോക്കിയിട്ടെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാം. അണ്ണാൻ പിന്നെ ഡെയിലിയാ. ഞങ്ങൾ വയനാട്ടില് എല്ലാവരും റംബുട്ടാൻ പറിച്ച് കഴിച്ചു കഴിഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ റംബുട്ടാൻ ആവുക. ഞാൻ എല്ലായിടത്തും വയനാട്ടിൽ എവിടെ നോക്കിയിട്ടും എല്ലായിടത്തും ഈ ഒരു റേഞ്ചിലും ഇതിന് കുറച്ചൊക്കെ ആയതുണ്ട്. അല്ലാതെ ഈ ഒരു സമയത്താണ് ഞങ്ങൾക്ക് ആയി കിട്ടുക. അപ്പം മലപ്പുറം മറ്റെല്ലാ ജില്ലയിലും ഇപ്പൊ റംബുട്ടാനൊക്കെ നല്ല വിൽക്കാൻ വരുന്നുണ്ട്. അവിടെയൊക്കെ ആയി അവരിത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇനി സെറ്റായി കിട്ടും. നല്ല കൊഴിച്ചിലുണ്ടായിരുന്നു. ഇപ്പൊ കൊഴിഞ്ഞിട്ട് ഒന്ന് നിന്നിട്ടുണ്ട്. കുറച്ചുകൂടെ വെൽപ്പായിട്ട് വേണം ഇത് നെറ്റ് ഇട്ട് കൊടുക്കാൻ. അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ റംബുട്ടാനുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നതുകൊണ്ടാണ് കൊഴിച്ചിൽ കുറച്ച് കൂടുതലാണ്. മഴ പെയ്യുന്നോണ്ട്. പോവാ നടക്ക്. ബിയ പശു നോക്കെ അല്ലേ. അപ്പൊ കൊക്കോ കഴിക്കാനായിട്ട് ഇതാ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് എല്ലാവരും. ഇതാകുമ്പോ നമുക്ക് ഇതിന്റെ കുരു എടുത്തിട്ട് പൾപ്പ് കളയണ്ട. ഇവര് തന്നെ കളഞ്ഞു തരും കറക്റ്റ്. ഇവരും അണ്ണാനും കറക്റ്റ് ആയിക്കും. അപ്പൊ നല്ല പഴുത്തെടുത്തരാ. അല്ല ബിയമ്മൾ ആദ്യം കണ്ട് കൊക്കോന്റെ വലിപ്പം നോക്കി. കൊക്കോ എങ്ങനെ ബിയ റെഡിയാക്ക ഒറ്റടി. ഇത്രേ ഉള്ളൂ. അയ്യോ ഇങ്ങനെ ആയിപ്പോയോ. ഇങ്ങനെ പിടിക്കാല. ഇതാ നല്ല പഴുത്താല് ഇതിന്റെ ഫ്ലഷ് കുറഞ്ഞാ പോവാ. ശരിക്കും ഒരു മീഡിയം പഴുപ്പാ നല്ലത്. ഇങ്ങനെ കഴിച്ചിട്ട് ഇതാ ഇതിലിട്ടോ. നായിനെ ഓടിക്കുന്ന അച്ഛൻ ഞാൻ എന്താ തിരിഞ്ഞു നോക്കി. എറിയണോ? കഴിച്ചിട്ടേ തീക്ക് ഈമ്പീറ്റ് തീക്കിടുക കേട്ടോ. കുരു തീക്കിടുക. കടിച്ചെന്താ ഫിനുവിനൊക്കെ കൊടുക്കണം. എല്ലാവർക്കും ഇതിന്റെ പണി ഇന്ന്. ഈ കഴിച്ചോ ബിയ അങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് വായിൽ ചോരോരോ കുരു എടുക്ക്. അങ്ങനെ കഴിച്ചായി. സൂപ്പറാ. ഇതാ ഞാൻ ഉപ്പച്ചി ഇത് അധികം പഴുക്കാത്തൊന്നും എടുക്കാം കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കാം. ആദ്യക്ക് വേണോ? തിന്നൂലെന്ന് പറഞ്ഞിട്ട് എന്നോട് കടിച്ചു തിന്നരുത് കേട്ടോ. കുരു ഞങ്ങൾക്ക് വേണേ. ആദ്യം ചിലപ്പോ കുരങ്ങുകളെ ആദ്യം കുരങ്ങാന്നല്ലിട്ട് പറഞ്ഞത്. കടിച്ചു പോവും ഇതിന്റെ ടേസ്റ്റ് കൊണ്ട്. ഈമ്പീറ്റ് ഇട്ടോ. അത് കണ്ട നല്ല ക്ലീൻ ചെയ്ത് ആദ്യം ഇട്ടതാ. അവരെല്ലാരും ഇട്ടവരൊന്നും. ഇത് നമ്മളിന്നൂടെ കഴുകിയിട്ട് വെയിലത്തോ ഇപ്പൊ നമ്മള് അടുപ്പിന്റെ അടുത്ത് കണ്ടോ. ഇതിന് കൂടുതലാ കണ്ടോ. നല്ല പഴുത്ത വിയ കയമ്പ് കുറയും. ഇങ്ങനെ എടുത്തിട്ടേ
ആദ്യം കൊടുക്കട്ടോ ആണോ അതിന് ആദ്യം അങ്ങനെ തിന്നുന്നില്ലാന്ന് അറിയോ അതാ ആദ്യം തരട്ടെ എന്നോട് ആദ്യം തിന്നൂല പറഞ്ഞിട്ടാ തരാത്ത ഇതാ ആദ്യക്കുള്ള നല്ല കാര്യമുണ്ട് അങ്ങനെ 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 എന്തൊക്കെ കുറച്ച് കൂടുതൽ എടുത്ത് തിന്നേ ബിയമോളെ നമ്മൾ ഈ കൊക്കോ ഈ കുരുവൊക്കെ എടുത്തേക്കണില്ലേ ഇത് നമ്മൾ നീ എന്താ ചെയ്യാ നമ്മളെല്ലാം ഉണ്ടാക്കുക കമ്പനിക്കാരൊക്കെ ചോക്ലേറ്റ് ഒക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കാം കമ്പനിക്കാരൊക്കെ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് അധികം പോകുന്നത് കുറെ കുട്ടികൾക്കൊന്നും അറിയില്ല നമ്മൾ ഇടുക്കിയിലും വയനാട്ടിലൊക്കെ ഇഷ്ടംപോലെ കൊക്കോ കൃഷി ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഫാം കാണാനൊക്കെ ആയിട്ട് പുറത്തുനിന്ന് മലപ്പുറത്തുനിന്ന് ഒരു കുട്ടികളൊക്കെ വന്നിട്ട് അവരിത് കണ്ടിട്ട് ഇത് എന്താന്ന് പോലും അവർക്ക് അറിയില്ല ഇതൊക്കെ നമ്മളിവിടെയൊക്കെ പണ്ട് മുതലേ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ കുറെ ആളുകൾക്ക് ഇത് അറിയില്ല അപ്പം ഇതിനാണ് നമുക്ക് ചോക്ലേറ്റുകളൊക്കെ അധികം ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിന്റെ കുരു തന്നെ കറക്റ്റ് ചോക്ലേറ്റിന്റെ നിറാണ് ബ്രൗൺ നിറാണ് അല്ലേ എടുത്ത് കാണിച്ചാ ബ്രൗൺ അല്ല ഒരു പൊട്ടണില്ലേ ഇതാ ഒരു വയലറ്റ് അല്ലേ നീ പറഞ്ഞാ ശരി ഒരു വയലറ്റ് ഷെയ്ഡ് ഉണക്കുമ്പോ കുറച്ചുകൂടെ കടുപ്പ് ഒരു ഡാർക്ക് ആയിട്ട് വരും അല്ലേ കുറച്ച് അപ്പോഴാണ് ബ്രൗൺ ആവുക ഈ പരിപ്പൊക്കെ ബ്രൗൺ നിറത്തിലാവും അത് ഉണക്കം കൂടെ വരുമ്പോളാ ഭീമള് മാന്തിയൊക്കെ തിന്നിട്ടില്ലേ കുഞ്ഞോക്കണ്ട കുഞ്ഞോക്കൊന്ന് പൊട്ടിച്ചു കൊടുക്കാം കുഞ്ഞോക്ക് ഇനി ഇതൊന്നും ചിലപ്പോൾ പൊട്ടിച്ചാലേ അത് കഴിക്കാൻ പറ്റില്ല നമുക്ക് നോക്കാം ഇതിന്റെ കുരു എടുക്കാന്നല്ലോ കഴിക്കുമ്പോൾ ചിലപ്പോൾ കേടിന്റെ ചോ ഇത് ഒന്ന് പൊട്ടിച്ചു നോക്കിയാലോ ഇത് ശരിക്കും ഇങ്ങോട്ട് ആയിട്ടുണ്ടാവില്ല എന്നാലും പറ്റും കേട്ടോ എന്നാലും കുരു എടുക്കാം ഞാൻ നിർത്തി കഴിഞ്ഞാലേ അണ്ണാൻ കൊണ്ടുപോകും എന്നാലേ വീഡിയോ അങ്ങോട്ട് നിർത്തണേ ഇതൊക്കെ പറ്റുന്നൊക്കെ തിന്നിട്ട് ഇതുപോലെ കുരുവാക്കും ബാക്കിയുള്ളത് നമുക്ക് കഴുകി എടുത്തിട്ട് അതിന്റെ പൾപ്പ് കളഞ്ഞിട്ട് ഇതുപോലെ കുരുവാക്കി എടുക്കാം നല്ല വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെക്കാതെ ചെറിയൊരു വെയിലൊക്കെ വന്നിട്ട് വെയിൽ പറഞ്ഞപ്പം ഇന്ന് സ്കൂള് ഇല്ലാത്തത് നടത്താതെ വരെ ഇവർക്ക് ലാഭവും സ്കൂളിൽ നഷ്ടം എന്നാലും ക്ലാസ് വെക്കലും അപ്പം ഞാൻ വീഡിയോ നിർത്തല്ലേ അപ്പൊ എല്ലാവരും ബൈ പറയും വേഗം തിന്നിട്ട് കുരുവൊക്കെ നീട്ടോ കേട്ടോ